തങ്ങൾ എന്ന ആയത്തും അവിടെ പാരായണം ചെയ്യാൻ. എന്തേ ഈ അശ്ലീല ഭ്രമം? ഇതിപ്പോ നമുക്ക് തലക്ക് പിടിച്ചിരിക്കുക. ഞാൻ പറഞ്ഞു, ഒരു മൊബൈൽ ഫോൺ മാത്രമല്ല, നമ്മളെ കയ്യിലുള്ളത് മുഴുവനും അല്ലേ, വായിക്കുന്നതും പറയുന്നതും കേൾക്കുക. അശ്ലീല സാഹിത്യങ്ങൾ ഒരു വിഷയമല്ല. ഏതായാലും ഇനിയും ഇത് ബന്ധപ്പെട്ട ചർച്ചകൾ വരാനിരിക്കുന്നുണ്ട്, അവിടെ വെച്ച് പറയാം. കാരണം ഇന്നതിന് സമയമല്ല. കാരണം ഈ പ്രസിദ്ധീകരണങ്ങൾ വായിക്കുന്നതിനൊരു നിയന്ത്രണം അത്യാവശ്യമാണ്. പക്ഷെ അത് ഞാൻ പിന്നീട് പറയാം, ഇന്നങ്ങോട്ട് കടന്നു വരുന്നില്ല. നമ്മളുമായി ബന്ധപ്പെട്ട് ഒരുപാട് തോന്നിയാസങ്ങളുണ്ട് നമ്മളുമായി ബന്ധപ്പെട്ട് കഴിയുന്ന. അതിൽ നിന്നൊക്കെയും നമ്മൾ രാജിയാവണമെങ്കിലേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട ഉമ്മപങ്ങന്മാരോട് ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ വിശുദ്ധ ഖുർആൻ എടുത്ത് പാരായണം ചെയ്യണമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ സീരിയലുകളുടെ എപ്പിസോഡുകൾക്ക് മുമ്പിൽ സമയം കൊല്ലുന്നവരാണോ? വല്ലദീന ലാ യശ്ഹദൂന സൂർ, അള്ളാഹുവിൻ്റെ അടിമകളുടെ പട്ടികയിൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. വല്ലദീന ലാ യശ്ഹദൂന സൂർ എന്ന് പറഞ്ഞ പട്ടിക നിങ്ങൾ ഫില്ല് ചെയ്തവരല്ല. ആ പട്ടികയിൽ ആ കോളം നിങ്ങൾ ഫില്ല് ചെയ്തവരല്ല. ഫില്ല് ചെയ്യണോ? ഒരിക്കലും ഈ ഇല്ലാ കഥയുടെ പേരിൽ നിങ്ങൾ കണ്ണീരൊഴുക്കരുത്. ഇത് കണ്ടിരിക്കുന്ന ഉമ്മാക്കറിയാം. അമ്മായിമ്മയുടെ പീഡനം സഹിക്കാൻ കഴിയാഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യുന്ന മരുമകളുടെ ചിത്രം കാണുമ്പോ മരുമകള് തേങ്ങാണ്, അമ്മായിമ്മ ഒരു പക്ഷെ ബാക്കിൽ നിന്ന് ചിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് സംഭവം നടക്കുന്നത്. ഏതാവട്ടെ, ഇതില് മരുമകൾക്കും അറിയാം, അമ്മായിമ്മക്കും അറിയാം, ഞാൻ ചിരിക്കേണ്ടതില്ല, ഞാൻ കരയേണ്ടതില്ല. ഇത് ഒരു ഇല്ലാ കഥ. ആരോ അയാളുടെ സ്വന്തം ഭാവനയിൽ നിന്ന് മെനഞ്ഞെടുത്തതാണ്. ഇതിന് കണ്ണീരൊലിപ്പിക്കാൻ നിന്റെ അടുത്ത് കണ്ണീരുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, അർത്ഥത്തിൽ നിനക്ക് ഒഴുക്കാൻ പറ്റിയ ഒരുപാട് അവസരങ്ങളുണ്ട്. വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ മുമ്പിലേക്ക് എടുത്തിരുന്ന നരക ചിത്രങ്ങള് കേട്ടു നോക്കൂ. ഒരുപക്ഷെ നിങ്ങൾ വാങ്ങിയിട്ടുണ്ടാകും, നരകം എന്ന CD നിങ്ങൾ വാങ്ങിയിട്ടുണ്ടാകും. വാങ്ങിയിട്ടില്ലെങ്കിൽ കേൾക്കണം. അത് കേട്ടിട്ട് കരയാത്തവരാരെങ്കിലും ഉണ്ടോ? ഈമാനുണ്ടെങ്കിൽ അവൻ കരയും, നിർബന്ധമാണ്. എന്നല്ല, ജീവിതത്തിന്റെ ഒരു തിരുത്ത് പ്രഖ്യാപിക്കുകയും ചെയ്യും. കൂടുതൽ വാങ്ങു പറയേണ്ടി വരില്ല. കാരണം ഖുർആനിന്റെ അവതരണം ശക്തമായ അവതരണമാണ് നടത്തുന്നത്. ശക്തമായ ഇടപെടലുകളാണ് നടത്തുന്നത്. പാറ പോലെ കടുത്തു നിൽക്കുന്ന ഹൃദയത്തെ ഇളക്കി മറിക്കുകയാണ്. അതിനെ ശരിക്ക് മാർദ്ധവപ്പെടുത്തിയെടുക്കാൻ മാത്രം ശക്തിയുള്ള വചനങ്ങളാണ് വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങള്. സമയം കൊന്തുകളെയല്ല. സീരിയലുകളൊക്കെ പഴങ്കഥയല്ലേ ഉസ്താദേ? ഇന്ന് റിയാലിറ്റി ഷോകളുടെ മുമ്പിലാണെന്ന് പറഞ്ഞാൽ ഉമ്മമാരോട് ഞാൻ പറയുന്നു, ഉളുപ്പില്ലായ്മക്ക് കയ്യും കാലും മുളച്ച ഈ പരിപാടി നിങ്ങൾ അവസാനിപ്പിക്കണം. എന്തുകൊണ്ട്? അള്ളാഹുവിൻ്റെ അടുത്ത് നിങ്ങൾക്ക് പടച്ച റബ്ബിന്റെ പ്രതിഫലം, സ്വർഗം കിട്ടണമെങ്കിൽ, നരകത്തിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഇത് അവസാനിപ്പിച്ചെങ്കിലേ കിട്ടൂ. ആസൂത്രിതമായി വിശുദ്ധ ഖുർആൻ പാരായണം മുസ്ലിം ഉമ്മത്തിൽ നിന്ന് എടുത്തു കളയാൻ ഈ ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ തന്നെ പ്രക്ഷേപണം ചെയ്യുന്നു ഇത്തരം പരിപാടികൾ. കാരണം അപ്പോഴേ മുസ്ലിമീങ്ങൾ ഖുർആനുമായിട്ട് അകന്നാൽ മുസ്ലിമീങ്ങളെ പെട്ടെന്ന് തകർക്കാനും കഴിയും. അപ്പൊ അതുകൊണ്ട് ഖുർആനുമായുള്ള ബന്ധം അകന്നു പോകുന്നതിന് പ്രധാന കാരണം അശ്ലീലോപകരണങ്ങളാണ്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഉണർത്തുകയാണ്. ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നുൽ മുൻകദർ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ പറയുന്നു, ബലഗനി, എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്, ഒരു ഹദീസ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണത്? അന്നല്ലാഹു തആല യഖൂലു യൗമൽ ഖിയാമ, ഉയർത്തെഴുന്നേൽപ്പു നാളിൽ അല്ലാഹു തആല നാളെ പരലോകത്ത് ജനങ്ങളെല്ലാം ഹാജരാക്കിയിട്ട് മഹ്ശറിൽ നിന്നൊരു അനൗൺസ്മെന്റ് ഉണ്ട്. ആ മഹ്ശറിൽ നിന്നുള്ള അനൗൺസ്മെന്റ് എന്താണ്? ഐനല്ലദീന കാനൂ യുനസ്സിഹൂന അൻഫുസഹും, ഐനല്ലദീന കാനൂ യുനസ്സിഹൂന അൻഫുസഹും, എവിടെയാണ് സ്വന്തം ശരീരങ്ങളെ പരിശുദ്ധമാക്കിയിരുന്നവരെവിടെ? നാളെ മഹ്ശറിൽ നിന്ന് കേൾക്കാൻ പോകുന്ന ഒരു ചോദ്യമാണ്, എവിടെയാണ് സ്വന്തം ശരീരങ്ങളെ പരിശുദ്ധമാക്കിയിരുന്നവർ? വസ്മാഅഹും, അവരുടെ ചെവികളെയും കണ്ണും ചെവിയും നാക്കുമൊക്കെ പരിശുദ്ധമാക്കിയവരെവിടെ? അനിൽ ലഹ്വി, ലഹുവിനെ തൊട്ട്, അനാവശ്യത്തെ തൊട്ട് കണ്ണും കാതും ഹൃദയവുമൊക്കെ പരിശുദ്ധമാക്കിയിരുന്നവരെവിടെ? മസാമീരി ശൈത്താൻ, പിശാചിന്റെ സംഗീതോപകരണങ്ങളെ തൊട്ടും കണ്ണുകളെയും കാതുകളെയും പരിശുദ്ധമാക്കിയവരെവിടെ? അദ്ഖിലൂഹും റിയാദൽ മിസ്ക്,
അവരെ നിങ്ങൾ കസ്തൂരി പൂങ്കാവനത്തിലേക്ക് കടത്തിവിടൂ സ്വർഗത്തിലെ എന്ന് പറഞ്ഞ് അവരെവിടെ എന്ന് ചോദിക്കുമ്പോൾ കുറെ ആളുകൾ ഇങ്ങ് കയറി വരുമ്പോ അള്ളാഹു മാലാക്കമാരോട് പറയും, ഇതാ നിങ്ങൾ ഇവരെ കൊണ്ടുപോയി അവിടെ താമസിപ്പിച്ചിട്ട് അസ്മിഉ ഇബാദി, ഒരു ഹറാമായ പാട്ട് കേട്ടുകൂടാ എന്ന് വെച്ചവരാണ്. എല്ലാവരും പാട്ട് കേട്ടാടുമ്പോൾ എല്ലാവരും ഹറാമായ ഒച്ചപ്പാടുകളുടെ മുമ്പില് സമയം ചെലവഴിക്കാൻ അതിൽ താല്പര്യം കണ്ടപ്പോ എന്റെ അടിമകൾ ഉളുപ്പ് പാലിച്ച് മാറി നിന്നവരാണ്. അതുകൊണ്ട് അസ്മിഉ ഇബാദി, എന്റെ അടിമകളൊന്ന് ആടി പാടട്ടെ, നിങ്ങൾ എന്റെ അടിമകൾക്ക് കേൾപ്പിച്ചു കൊടുക്കൂ. തഹ്മീദി വസനാഇ വതംജീദി, എന്റെ പ്രകീർത്തനങ്ങൾ ചൊല്ലി പാട്ട് കേൾപ്പിച്ചു കൊടുക്കൂ. എന്റെ പ്രകീർത്തനങ്ങളും എന്നെ പുകഴ്ത്തിപ്പാടുന്ന പാട്ടുകളും അതേ രൂപത്തിൽ തന്നെ എന്റെ സ്തുതിഗീതങ്ങളും കേൾപ്പിച്ച അവരെ നിങ്ങൾ സന്തോഷിപ്പിച്ചു കൊണ്ടിരിക്കുകയും അല്ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, ഇല്ല ഇനി അവർക്ക് ഭയപ്പെടാനില്ല, ഇനി അവർക്ക് ദുഃഖിക്കാനില്ല എന്ന് പറഞ്ഞിട്ട് മഹ്ശറാ ലോകത്ത് നിന്ന് അങ്ങ് കടത്തിവിടുന്നു സ്വർഗത്തിലേക്ക്. ഈ സ്വർഗം നമുക്ക് കിട്ടണോ പ്രിയപ്പെട്ട കൂട്ടുകാരെ? ഈ സെക്സ് ചുവയുള്ള ഗാനങ്ങളിൽ നിന്നെങ്കിലും മാറി നിൽക്കാനുള്ള ചെറിയ ഒരു മനസ്സ് നമുക്ക് വേണം. പറഞ്ഞു കഴിഞ്ഞിട്ടില്ല, ബാക്കി ഭാഗം ഇൻഷാ